ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 18ാമത്തെ ചാപ്റ്ററാണ്, പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പം ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പം നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. അണ്ടർസ്റ്റാൻഡ് മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എന്താണ് സോഷ്യൽ ചേഞ്ച് എന്നതിൻ്റെ മീനിങ് മനസ്സിലാകുന്നു. എക്സ്പ്ലെയിൻ ദ ടേംസ് അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട അസോസിയേറ്റഡ് ആയിട്ടുള്ള ടേം ഏതാണെന്ന് നോക്കുന്നു. റെക്കഗ്നൈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. എക്സ്പ്ലെയിൻ ദ തിയറീസ് ആൻഡ് പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ച്. ഈ സോഷ്യൽ ചേഞ്ചിൻ്റെ തിയറീസും പാറ്റേണും നോക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്? എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടേം സോഷ്യൽ ചേഞ്ച് കംപ്രൈസസ് ടു വേർഡ്സ്, സോഷ്യൽ ആൻഡ് ചേഞ്ച്. അപ്പം ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ടേം രണ്ട് വേർഡ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഒന്ന് സോഷ്യലും പിന്നെ ഒന്ന് ചേഞ്ചും. ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. അപ്പം ഇതിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദ സോഷ്യൽ ചേഞ്ച് ഡിനോട്ട്സ് ആസ് ഡിഫറൻസ് ഇൻ എനിത്തിങ് ബൈ ഇറ്റ് ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, സൊസൈറ്റി ഓർ എനി മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഒരു പീരിയഡ് ഓഫ് ടൈമിനുള്ളിൽ ഒരു ഇൻഡിവിജ്വലിനോ ഒരു ഗ്രൂപ്പിനോ ഒരു സൊസൈറ്റിക്കോ വരുന്ന മാറ്റത്തെ നമുക്ക് എന്തെന്ന് പറയാം? സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് പറയാം. ഇനി ദ അതർ ഗ്രൂപ്പ്സ് ഓഫ് സോഷ്യോളജിസ്റ്റ് ഡിഫൈൻ ഇൻ ടേംസ് ഓഫ് റൈസ് ആൻഡ് ഫാൾ ഓഫ് കൾച്ചർ. സോഷ്യൽ ചേഞ്ച് ഈസ് എ പാർട്ട് ഓഫ് കൾച്ചറൽ ചേഞ്ച് വിച്ച് ഇൻക്ലൂഡ് സയൻസ്, ടെക്നോളജി ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. അപ്പോൾ ചില സോഷ്യോളജിസ്റ്റുകൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് പറയുന്നത്? റൈസ് ആൻഡ് ഫാൾ ഓഫ് കൾച്ചറാണ്. അതായത് മനുഷ്യൻ്റെ കൾച്ചറിൻ്റെ ഉയർച്ചയും താഴ്ചയും, റൈസ് ആൻഡ് ഫാൾ ഓഫ് കൾച്ചറാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്ന് പറയാൻ നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ സയൻസും ടെക്നോളജിയും വാല്യൂസും കൂടി ചേരുന്നതിനെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതെന്ന് പറയാം. ഇൻ അതർ വേർഡ്സ്, social changes is the term used to describe variations in any respect of social processes and social interactions. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എന്താണെന്ന് പറയാം? സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്, സോഷ്യൽ ചേഞ്ച് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് വേരിയേഷൻസ് ഇൻ എനി ആസ്പെക്ട് ഓർ റെസ്പെക്ട് ഓഫ് ദ സോഷ്യൽ പ്രോസസ് ആൻഡ് സോഷ്യൽ ഇൻ്ററാക്ഷൻ. നമുക്ക് പറയാം സോഷ്യൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ടോ ഇൻ്ററാക്ഷൻ്റെ ഫലമായിട്ടോ ഉണ്ടാകുന്ന ഏതൊരു മാറ്റത്തെയും നമുക്ക് സോഷ്യൽ ചേഞ്ച് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ മോഡ്, എയ്തർ മോഡിഫൈസ് ഓർ റീപ്ലേസ് ദ ഓൾഡ് ഈസ് ദ ലൈഫ് ഓഫ് എ പേഴ്സൺസ് ആൻഡ് ഈസ് ദ ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. അപ്പം നമുക്ക് പറയാം സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്ററാക്ഷൻ, ഒരു സൊസൈറ്റിയുമായി ഇൻ്ററാക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുന്നൊരു മാറ്റം നമുക്ക് സോഷ്യൽ ചേഞ്ച് ആണെന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് സോഷ്യൽ ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? സോഷ്യൽ ചേഞ്ച് ഈസ് യൂണിവേഴ്സൽ. സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർവ്വസാധാരണമാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. സോഷ്യൽ ചേഞ്ച് ഈസ് നോട്ട് യൂണിഫോം. പക്ഷേ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് യൂണിഫോം അല്ല, അതായത് ഒരേപോലെയുള്ള ഒന്നല്ല സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓരോ സൊസൈറ്റിയുടെയും ചേഞ്ച് ഓരോ തരത്തിലായിരിക്കും സംഭവിക്കുക. സോഷ്യൽ ചേഞ്ച് ഈസ് ഡെലിബറേറ്റ്. ഇനി എന്താ? സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആണ്. അതായത് സോഷ്യൽ ചേഞ്ചിനെ നമുക്ക് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അടുത്ത് നമുക്ക് പറയാം ഡ്യൂറേഷൻ ഓഫ് ചേഞ്ച് ഈസ് വേരിയസ്. അതായത് ഈ സോഷ്യൽ ചേഞ്ചിൻ്റെ ടൈം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ ടൈം ആയിരിക്കും. അതായത് അതിന് ഓരോ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. സോഷ്യൽ ചേഞ്ച് ഈസ് വാല്യൂ ന്യൂട്രൽ. സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ചേഞ്ചിൻ്റെ വാല്യൂ, മൂല്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായ ഒന്നാണ്. അപ്പം ഇത്രയൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് നോക്കാം? സോഷ്യൽ ചേഞ്ചിൻ്റെ ടേംസ് എന്തൊക്കെയാണ്? ദ ടേംസ് അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ ചേഞ്ച്. ഈ സോഷ്യൽ ചേഞ്ചുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടേം എന്താണ്? ഇവാലുവേഷൻ. എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ് ക്രമമായ വികസനം എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം എവല്യൂഷൻ എന്താണ്. ദ ടേം ഇവല്യൂഷൻ മീൻസ് മോർ ദാൻ ജസ്റ്റ് ഗ്രോത്ത്. അതായത് ജസ്റ്റ് ഗ്രോത്ത് അല്ല, അതിനേക്കാളും കുറച്ചുകൂടി എന്തോ, അതിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവല്യൂഷൻ ബേസിക്കലി ഇൻവോൾവ്സ് എ മോർ ഇൻട്രിൻസിക് ചേഞ്ച് നോട്ട് ഓൺലി ഇൻ ദ സൈസ് ബട്ട് ഓൾസോ ഇൻ ദ സ്ട്രക്ചർ.
അപ്പം എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസിൽ മാത്രമല്ല അതിൻ്റെ സ്ട്രക്ചറിലും കൂടി എന്ത് വരുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗ്രോത്ത്. ഇതെന്താണ്, ഒരു ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എവല്യൂഷൻ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻഡിക്കേറ്റിംഗ് എ സർട്ടൻ ഡയറക്ഷൻ ഓഫ് ചേഞ്ച്. നമുക്ക് പറയാം എന്താണ് എവല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പം അതാണ് എവല്യൂഷനുമായി ബന്ധപ്പെട്ട പോയിന്റ്. ഇനി എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? റെവല്യൂഷൻ ഈസ് എ ഫോം ഓഫ് സഡൻ ആൻഡ് അബ്രപ്റ്റ് ഓവർത്രോ ഓഫ് ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ ആൻഡ് സിസ്റ്റം. എന്താണ്, വളരെ ആകസ്മികമായതും പെട്ടെന്നുള്ളതുമായ ഒരു മാറ്റത്തെയാണ്, അല്ലെങ്കിൽ ഒരു വലിച്ചെറിയൽ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ എ ചേഞ്ച് ദാറ്റ് കംസ് ബട്ട് ഇൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. റെവല്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലാണ് റെവല്യൂഷൻ സംഭവിക്കുന്നത്. ബേസിക്കലി എയിംസ് അറ്റ് ലിബറേറ്റിംഗ് പീപ്പിൾ ഫ്രം ആൻ ഒപ്രസീവ് സിസ്റ്റം. ഇറ്റ് റിമൂവ്സ് ദ പ്രൈം കോസ് ഓഫ് ഡിസ്കണ്ടൻമെൻറ്റ് ആൻഡ് ദസ് പുട്ട് ദ എൻഡ് ടു ദർ സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സഫറിങ്. അതായത് സപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ അഥവാ ഒപ്രസീവ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമൂഹത്തിൽ കൺജസ്റ്റഡായി ജീവിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ പെട്ടെന്ന് ആകസ്മികമായിട്ട് അവരുടെ ഒരു പൊട്ടിത്തെറിയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ അവർ എന്ത് ചെയ്യുകയാണ്, ആ നിലനിൽക്കുന്ന സിസ്റ്റം തകർത്ത് മറ്റൊന്നിലേക്ക് വരികയാണ്. ഉദാഹരണം ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലേ, ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പ്രോഗ്രസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടേം ദാറ്റ് സീസ് ദ പ്രസൻറ്റ് ഇൻ കമ്പാരിസൺ ടു ദ പാസ്റ്റ്. അപ്പോൾ പ്രോഗ്രസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റിനെ നമ്മൾ പാസ്റ്റുമായി കമ്പയർ ചെയ്യുന്നതിനെയാണ് പ്രോഗ്രസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ റിലേറ്റിവിസ്റ്റിക് നോഷൻസ്. പ്രോഗ്രസ്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടു ഫാക്ടേഴ്സ്, ദ നേച്ചർ ഓഫ് ദി എൻഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് വി ആർ ഫ്രം ഇറ്റ്. അപ്പോൾ എന്താണ് ഇത്, റിലേറ്റീവ്ലി ഒരു സങ്കല്പമാണ് ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സങ്കല്പമാണെന്നാണ് പറയുന്നത്. അതായത് പ്രോഗ്രസ്സിന് എന്താണ്, നമ്മൾ പാസ്റ്റുമായിട്ട് നമുക്ക് പ്രസൻറ്റിനെ കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സങ്കല്പമാണ്. ഇനി എന്താണ് ഡെവലപ്മെൻറ്റ്? ഇറ്റ് റെഫേഴ്സ് ടു എ ചേഞ്ച് ഇൻ ദ ഡിസൈർഡ് ഡയറക്ഷൻസ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡയറക്ഷനിലുള്ളൊരു മാറ്റമാണ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് പ്ലാൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ എ ഡയറക്ഷൻ that is considered desirable by the members of a society. അപ്പോൾ നമുക്കിതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇതൊരു സൊസൈറ്റിയിലെ ഡിസൈറബിൾ മെമ്പേഴ്സിനെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഈ സോഷ്യോളജി ഫസ്റ്റ് തൊട്ട് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന സാധനമാണ് എന്താണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് അല്ലേ. എന്താണ് ഡെവലപ്മെൻറ്റ്? വികസനം. എങ്ങനെ എല്ലാ തരത്തിലുമുള്ള എക്കണോമിക് ആയിട്ടുള്ളൊരു പുരോഗതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, വികസനം എന്നതുകൊണ്ട് പറയുന്നത്. എക്കണോമിക് മാത്രമല്ല, ആളുകൾക്കുള്ള, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും ബെറ്റർ ആവുന്ന ഒരു സിറ്റുവേഷനെ നമുക്ക് എന്താണെന്ന് പറയാം, ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ടേംസ്. നമ്മൾ ഈ പ്രോസസ്സ് സോഷ്യൽ ചേഞ്ചുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്, ഈ സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് വരുന്ന തിയറി എന്താണ്? ഇവല്യൂഷണറി തിയറിയാണ്. എന്താണ് ഇവല്യൂഷണറി തിയറി? ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് സൊസൈറ്റീസ് ആർ ലൈക്ക് ഓർഗാനിസംസ്. സൊസൈറ്റീനെയും നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ഓർഗാനിസമായിട്ട് കണക്കാക്കുകയാണ്. ഓക്കെ, വിച്ച് ഇവോൾവ് ദ സെയിം മാനർ ആസ് ഡാർവിൻസ് നോഷൻ ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. അപ്പം ഇതിന് നമ്മൾ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലെ തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അതായത് അതേമാതിരി പരിണമിച്ചുണ്ടായതാണ് നമ്മുടെ സൊസൈറ്റി എന്നുള്ളൊരു കാഴ്ചപ്പാട്. അതാണ് ഇവല്യൂഷൻ തിയറി. അടുത്തത് സൈക്ലിക്കൽ തിയറിയാണ്. എന്താണ് സൈക്ലിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ? ദിസ് തിയറി ഈസ് ഫൗണ്ടഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് സൊസൈറ്റീസ് ഹാവ് പ്രീ ഡിറ്റർമൈൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ബർത്ത്, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ജനിക്കുന്നു, വളർച്ചയുണ്ടാകുന്നു, മെച്യൂരിറ്റി ഉണ്ടാകുന്നു, വീണ്ടും താഴ്ചയുണ്ടാകുന്നു. അതായത് ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റഡായി വരുന്നതാണ് എന്ന് പറയുന്നതിനെയാണ് സൈക്ലിക്കൽ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ആക്ടിവിറ്റീസ് ഒരു സൈക്ലിക്കൽ പാറ്റേണിലാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഫങ്ഷണൽ തിയറി എന്നാണ്.
According to this theory, societies change, but they also tend to move towards equilibrium. Any disturbance in the system is easily accommodated within the existing structure. ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു തിയറി പറയുന്നത് നമ്മുടെ സൊസൈറ്റീസിൽ ചേഞ്ച് ഉണ്ടാകും, ഒരുപാട് ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് പോലും നമ്മുടെ സൊസൈറ്റി നോക്കുന്നത് ഇക്വിലിബ്രിയം, അതായത് സ്ഥിരത നേടാനാണ് നോക്കുക. എന്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും അതിനെയെല്ലാം എന്ത് ചെയ്യുന്നു? അക്കോമഡേറ്റ് ചെയ്യുന്നു. അതായത് അതിനെയൊക്കെ അങ്ങ് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട്, അതിനെയൊക്കെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുകയാണ്? ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതാണ് ഫങ്ഷണൽ തിയറി കൊണ്ട് പറയുന്നത്. ഇനി അടുത്തത് കോൺഫ്ലിക്റ്റ് തിയറിയാണ്. എന്താണ് കോൺഫ്ലിക്റ്റ് തിയറി? According to this theory, every pattern of action, belief and interactions tends to generate an opposite reaction. അതായത് ഇവിടെ ന്യൂട്ടൻ്റെ ലോ പോലെ തന്നെ ഏതൊരു ആക്ഷനും എന്തുണ്ട്? ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്ന് പറയുന്നതാണ് കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്നത്. ഏതൊരു ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്നു എന്ന് പറയുന്നതാണ് കോൺഫ്ലിക്റ്റ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാറ്റേൺ ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്. എന്താണ് സോഷ്യൽ ചേഞ്ചിൻ്റെ പാറ്റേണുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തേതാണ് ലീനിയർ ചേഞ്ച്. എന്താണ് ലീനിയർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ദിസ് ടൈപ്പ് ഓഫ് ചേഞ്ച് ഷോസ് എ സ്ട്രെയിറ്റ് ലൈൻ പ്രോഗ്രസസ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ ഇൻ എ ലീനിയർ ഫാഷൻ. അതായത് ഒരു ലീനിയർ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തുടർന്ന് പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീനിയർ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തുടർന്ന് പോകുന്ന ഒരു സാമൂഹിക പുരോഗതി. അടുത്തത് എന്താണ് സൈക്ലിക്കൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ? സൈക്ലിക്കൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ചേഞ്ച് ഓൺ എ ക്ലോസർ ലുക്ക് ടേൺസ് ഔട്ട് ടു ബി റിപ്പീറ്റിംഗ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫോം ഓഫ് സൈക്ലിക്കൽ. അതായത് ആക്ടിവിറ്റീസ് ഇങ്ങനെ സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് സൈക്ലിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് ആണ്. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ദെൻ ദ ഓർഡർ ഓഫ് ചേഞ്ച് ടേൺസ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആഫ്റ്റർ ലീഡിങ് ടുവേർഡ്സ് ദ പ്രോഗ്രസസ് ഇൻ ദ ലീഡിങ് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്. അതായത് ഒരു ചേഞ്ച് വരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു, പിന്നെ അത് വീണ്ടും പോകുന്നു. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സോൾവ് ചെയ്യുകയും അങ്ങനെ ഉയർച്ചയും താഴ്ചകളൊക്കെ വരുന്ന ഫ്ലക്ച്വേഷൻസ്, വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ സൊസൈറ്റി സിസ്റ്റത്തെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, അത്യാവശ്യം ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Thank you.